ഹായ് ഹലോ കൂട്ടുകാരെ, ഞാനിതാ വീണ്ടും നിങ്ങൾക്കരികിലെത്തിയിരിക്കുന്നു. എൻ്റെ സ്വന്തം ചാനലായ ചെക്കോൻ കുഞ്ഞുഫൈ. അപ്പോൾ ഞാനിതാ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. സിംഗപ്പൂർ എയർപോർട്ടാണ് നിങ്ങൾ കാണുന്നത്. എയർപോർട്ടിൽ നമുക്ക് ബോഡി പാസ്സൊക്കെ കിട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് അകത്തേക്ക് പോകാനുള്ള വെയിറ്റിംഗ് ആ പോയിൻറ്റിൽ ഇരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഒരുപാടേറെ ആൾക്കാരുണ്ട് അങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരമായിട്ടിരിക്കുന്നുണ്ട്. ആ വെയിറ്റിംഗ് പോയിൻറ്റിലിരിക്കുമ്പോൾ ആണ് നമ്മുടെ നാടിൻ്റെ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഏത് വഴിക്ക് എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും കാണുന്നത് നമ്മുടെ ഇന്ത്യക്കാർ മാത്രം അല്ലേ. സിംഗപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങി സ്കൂട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന സ്കൂട്ടിൽ കയറാൻ വേണ്ടി എത്തുമ്പോൾ നമുക്ക് നാലുപാടും തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത് മലയാളം മാത്രം സംസാരിക്കുന്ന ആൾക്കാരെയാണ്. തിരുവനന്തപുരത്ത് കൂടുതലും വന്നിറങ്ങുന്ന ആൾക്കാർ മലയാളികളായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മലയാളികളുടെ സംസാരമാണ് കൂടുതലും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ സന്തോഷം മാത്രം, നാലുപാട് നോക്കിയാലും സന്തോഷം മാത്രം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ പിടിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഇതെന്താപ്പാ ഇവളെന്താ പ്രത്യേകിച്ച് ഞങ്ങളെയൊക്കെ വീഡിയോ പിടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതി നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മോൻകൂട്ടം വന്ന് അവന്താ കുപ്പിയും വെള്ളമൊക്കെ ആയിട്ട് അവൻ നിന്നത് കാണിക്കുന്നതൊക്കെ കാണുന്നില്ലേ നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ ഒരു മലയാളി പെൺകുട്ടിയെ, തിരുവനന്തപുരത്തുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. പാവം പെൺകുട്ടി, ഒത്തിരി സങ്കടം തോന്നി. എൻ്റെ വർത്തമാനത്തിലൊക്കെ ഒരുപാട് സങ്കടം തോന്നി. കാരണം 6 മാസമായതേ ഉള്ളൂ അവിടെ വന്നിട്ട്. എല്ലാ രാജ്യത്തും ഉണ്ടല്ലോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. അന്യരാജ്യത്ത് ജോലി ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിപ്പോൾ ഒരു സിംഗപ്പൂരിയൻസ് വീട്ടിലായിരുന്നു കുട്ടി നിന്നിരുന്നത്. അതിന് അവിടെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുള്ളത് കാരണം അവരോട് പ്രതികരിക്കേണ്ടതായിട്ട് വന്നു. 8 മാസം മാത്രമേ ആയിട്ടുള്ളൂ വന്നിട്ട്. പ്രതികരിക്കേണ്ടതായിട്ട് വന്നപ്പോഴത്തേനും അവരപ്പോഴത്തേനും തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. എൻ്റെ സങ്കടം കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം എനിക്കും തോന്നി. ഞങ്ങളൊക്കെ കിഴക്കിലെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പോലും തോന്നിപ്പോയി. അപ്പോൾ ഞങ്ങളിതേ വിമാനത്തിനകത്ത് എത്തിക്കഴിഞ്ഞു. കണ്ടില്ലേ, ഇപ്പോൾ എല്ലാവരും ആൾക്കാരിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. വിമാനത്തിലൊക്കെ ഞങ്ങളൊക്കെ കയറി. അപ്പം നമ്മളിങ്ങനെ പുറപ്പെടാനുള്ള അങ്ങോട്ടേക്ക്, അതായത് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിംഗപ്പൂർ സ്കൂട്ടെന്ന് പറയുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അതുമാത്രമല്ല, അതിലേക്ക് കടന്നു വരുന്ന എല്ലാവരോടുമുള്ള അവരുടെ ആ ഒരു സഹകരണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കപ്പെടാൻ കഴിയാത്ത ഒന്നാണ്. സിംഗപ്പൂർ എയർലൈൻസ് അല്ല, സ്കൂട്ടാണ്. സ്കൂട്ടിലെ എപ്പോഴും അവരുടെ കരുതലുമൊക്കെ ഭയങ്കരമാണ് നമുക്ക് കേട്ടോ. ഭയങ്കര ഇഷ്ടം തോന്നും നമ്മളോടുള്ള അവരുടെ പെരുമാറ്റവും എല്ലാം നമുക്ക് അത്രയേറെ ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾ കുറവായിരുന്നു. വളരെയധികം സീറ്റുകളും ഫില്ലാവാതെ കിടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അത്രയധികം ആളുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കരമായ വളരെ വലിയ വിമാനമാണ്. സ്കൂട്ടിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, സ്കൂട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം. വളരെ വിശാലമായൊരു ഒരുപാട് ആൾക്കാരെ ഉൾക്കൊള്ളുന്ന തരം വിമാനമാണ്. അത് വളരെ വലിയ വിമാനമാണ്. കുറേയേറെ സീറ്റുകൾ എന്നാലും ഫില്ല് ചെയ്യാതെ കിടപ്പുണ്ടായിരുന്നു. മലയാളികളാണ് കൂടുതലും. 4 വശം നോക്കിയാലും മലയാളികളാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും. ചിലരൊക്കെ മുഖം ചുളിക്കുന്നുണ്ട് ഞാൻ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട്. എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെടുകയില്ലല്ലോ. അപ്പോൾ കുറച്ചേറെ പേർ മുഖം കാണിക്കാത്ത രീതിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വിമാനത്തിൽ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും കാരണവശാൽ വിമാനത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ളത് നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരികയാണ്. അവിടെ സൗണ്ട് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ശബ്ദകോലാഹലങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ഞാനത് കട്ട് ചെയ്തതാണ്. അപ്പോൾ അവരെല്ലാം കാണിച്ചു തരുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. ഏതെങ്കിലും കാരണവശാൽ പ്ലെയിൻ എന്തെങ്കിലും കാരണവശാൽ തകർന്നു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നും എങ്ങനെയൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ കണ്ടെത്തണമെന്നും ഒക്കെ നമുക്കത് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. നമ്മൾ വിമാനത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അവരിതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരും. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതൊക്കെ എപ്പോഴും നമ്മൾ കാണിച്ചു തരുന്ന പതിവുള്ളതാണ്. അപ്പോൾ അതവരുടെ പ്രൊസീജിയറിൻ്റെ ഭാഗം തന്നെയാണ്. അവർക്ക് നമ്മളോട് കാണിച്ചു തന്നെങ്കിൽ മാത്രമേ മതിയാവുള്ളൂ. അതാണ് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. കാണുന്നില്ലേ നിങ്ങൾ?
എങ്ങനെ രക്ഷപ്പെടണമെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ കേട്ടോ. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്നും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് മാത്രമല്ല, സീറ്റ് ബെൽറ്റൊക്കെ വന്നപ്പോൾ തന്നെ ഞങ്ങളെ കൊണ്ട് ഇടിയിച്ചു. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിമാനത്തിൽ കയറിയ ഉടനെ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അവർക്കൊരു സമാധാനക്കേട് മാതിരിയാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടിട്ടാലോ എന്നൊക്കെ കരുതിയിട്ടാലും ഇരുന്നാലും അവർ നമ്മളെ കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടിപ്പിക്കുമ്പോൾ വിമാനം ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങി. അതാണ്, നല്ല ഇരുട്ടാണ്. ഇപ്പം 8:30 മണിയായിട്ടുണ്ട്. സിംഗപ്പൂർ ഇപ്പോൾ 8:30 മണിയായിട്ടുണ്ട്. പതുക്കെ പതുക്കെ മൂവ് ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു ഷേക്ക് കണ്ടില്ലേ, വിമാനത്തിൻ്റെ ഒരു ഷേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പതുക്കെ ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. തൊട്ട് പൊങ്ങുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ആ മൂവ്മെൻറ്റിലൂടെയാണ് ഇപ്പം വിമാനം ഫുൾ സൈലൻ്റാണ്. അപ്പോൾ വിമാനം പതുക്കെ മൂവ് ചെയ്ത് പൊങ്ങിക്കയറി കഴിഞ്ഞു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ഓക്കേ.